സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. അൻവറിന് സമാനമായ ഒരു ആരോപണമാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് മറ്റൊരു MLA ഉന്നയിക്കുന്നത്. പോലീസ് ഹവാല പൊട്ടിക്കൽ നടത്തുന്നുവെന്ന ആരോപണവുമായി കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്നാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് പോലീസ് 7 ലക്ഷം പിടിച്ചപ്പോൾ രേഖകളിൽ കാണിച്ചത് 4,68,000 രൂപ മാത്രമാണെന്ന് എന്നെ നെല്ലിക്കുന്ന് ആരോപിച്ചു. 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്ത 23 കേസുകളിൽ പോലീസ് എത്ര രൂപ തട്ടിയെടുത്തു എന്ന കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലെ മാത്രം കേസുകളാണ് 26 കാഞ്ഞങ്ങാട്. അപ്പോൾ ബാക്കി 16 പോലീസ് സ്റ്റേഷനുകളുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ അവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും ഇതുപോലെയുള്ള അപാല എന്ന് പറയപ്പെടുന്ന പണം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് സംഭവിച്ചു? പിടിച്ചിട്ട് മുഴുവൻ പണം അത് ഡോക്യുമെന്റ് ആക്കിയിട്ടുണ്ടോ, രേഖയാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ തീർച്ചയായും വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. അപ്പോൾ ഇത് വേലി തന്നെ വളരുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് ഈ പോലീസിന് വിശ്വാസം? അത് വളരെ ഗൗരവമായ വിഷയമാണ്. യെസ്, എന്നോടൊപ്പം KV ബൈജു ചേരുന്നു. ബൈജു, ഇത് അൻവർ ഉന്നയിച്ചു. ഈ ആരോപണം സ്വാഭാവികമായി നമ്മളിലൊക്കെ സംശയമുണ്ടാക്കുന്ന ഒരു ആരോപണമാണ്. കാരണം നമ്മളൊക്കെ പലപ്പോഴായി വാർത്ത കൊടുത്തിട്ടുള്ളതാണ് വിമാനത്താവളത്തിൽ കസ്റ്റംസിൻ്റെ കണ്ണുകൾ വെട്ടിച്ചു വരുന്ന സ്വർണം പോലീസ് അതിസാഹസികമായി പിടികൂടി എന്നത്. ഇങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ ധരിച്ചത് ഈ കുറ്റവാളികൾ കസ്റ്റംസിന് അതിവിദഗ്ധമായി കടന്ന് പുറത്തെത്തുകയാണ്, അപ്പോൾ അവരെ രണ്ടാമത്തെ ഒരു വലയൊരുക്കി പോലീസ് കുരുക്കുകയാണെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിയാണ് ഇപ്പോൾ ഈ സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടന്നിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഈ നെല്ലിക്കുന്ന് ഉന്നയിക്കുന്ന ഈ ആരോപണം എത്ര കണ്ട് വസ്തുതാപരമെന്നാണ് ബൈജു ധരിക്കുന്നത്? തീർച്ചയായും മനോപരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PV അൻവർ സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിൽ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം, അതായത് ഹവാല പണം പൊട്ടിക്കൽ എന്ന ഒരു ആരോപണവുമായി എന്നെ നെല്ലിക്കുന്ന MLA തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം കൃത്യമായ അതിന് കണക്കുകൾ സൂചിപ്പിച്ചത് 2020 മുതൽ 23 വരെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ മാത്രം 23 കേസുകൾ പിടികൂടിയപ്പോൾ അതിൽ ഒരു കേസിലാണ് ഇത്തരത്തിൽ കേസെടുത്തയാൾ പരാതിയുമായി രംഗത്ത് വരികയും അദ്ദേഹം പറയുന്നത് കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രക്കിടെ സ്കൂട്ടറിൽ നിന്നും 7 ലക്ഷം രൂപ പിടികൂടിയ അതിൽ FIR-ൽ 2,30,000 രൂപ കുറച്ചാണ് ഇട്ടതെന്നാണ്. ഇത്തരത്തിൽ ഈ 23 മറ്റ് 22 കേസുകളിലും ഈ ആളുകൾ എത്തിയിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ ഈ പണമൊക്കെ എവിടെയാണുള്ളത്? അത് കോടതിയിൽ ഹാജരാക്കിയോ? പണം എന്ത് ചെയ്തു എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ല എന്ന് MLA പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു ജനപ്രതിനിധി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ 17 പോലീസ് സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ മറ്റ് 16 പോലീസ് സ്റ്റേഷനിലേക്ക് കൂടി ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായി ഈ ഹവാല പണം പിടികൂടുന്നുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ ക്രമക്കേട്, ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ്, ഈ പോലീസ് പണം തട്ടുന്നുണ്ടെന്നാണ് MLA പറയുന്നത്. അവിടെയും എല്ലാ സ്ഥലങ്ങളിലും സമഗ്രമായ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജില്ലയിലെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ച പരാതിക്കാരൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് തന്റെ പണം 7 ലക്ഷം രൂപയായിരുന്നു. കണക്കുകൾ താൻ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി, എന്നിട്ടും തന്നെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും ഇതുവരെ മുഖ്യമന്ത്രി ഇതിന് ഒരു മറുപടി പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നും MLA പറയുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെ. നമുക്കറിയാം വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യമാണ് ഈ MLA ചൂണ്ടിക്കാട്ടുന്ന ഈ പ്രശ്നം. അത് കൃത്യമായി ആണെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ ആരോപണം ഉയർന്നിരുന്നു. ഈ ഹവാല പണം പിടികൂടുമ്പോൾ അതിൽ നിന്നും വലിയ തോതിലുള്ള പണം പോലീസ് ഇത്തരത്തിൽ തട്ടിയെടുക്കുന്നു എന്ന കാര്യത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട വലിയ ബന്ധം തന്നെയാണ്. അത് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ നേരത്തെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്. അവിടെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നിരവധി കടവുകളുണ്ട്. അവിടെയൊക്കെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പണം പിരിക്കുന്നു, അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ ഒരു ആരോപണം ഉയരുന്നുണ്ട്. അതിനിടയിലാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണം. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് MLA എന്നെ
തന്നെ നിലനിൽക്കുന്ന ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്ര പണം ഹവാലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിടികൂടിയിട്ടുണ്ട്, ആ പണം എവിടെ പോയി, അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷന്റെ ഒറ്റൊരു പോലീസ് സ്റ്റേഷന്റെ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 2020 മുതൽ 23 വരെയുള്ള ആ കാലയളവിലുള്ള ഈ കേസാണ്. അതിൽ ഒരു കേസിൽ മാത്രമാണ് പരാതിക്കാരൻ രേഖകൾ ഹാജരാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന് ആ പണം തിരിച്ചു നൽകിയിട്ടില്ല, രേഖകൾ ഹാജരാക്കിയിട്ടും. കാരണം അത് 7 ലക്ഷം രൂപ ഉണ്ടായിരുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹം പരാതിയായി നൽകിയത്. അതിൽ 2,35,000 രൂപ കുറവായാണ് എഫ്ഐആറിൽ കാണിച്ചിട്ടുള്ളത്. അതായത് അത്രത്തോളം പണം ഈ പോലീസുകാർ തട്ടിയെടുത്തു എന്നാണ് MLA ആരോപിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം MLA ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ 16 പോലീസ് സ്റ്റേഷനുകളിലും ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ഈ ഹവാല പിടികൂടുന്നതുമായ പണം അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഒരു കൃത്യമായ ഒരു ലീഡ് നൽകുന്ന ഒരാളുണ്ടാകും. സ്വാഭാവികമായി അങ്ങനെയാണല്ലോ പിടികൂടുന്നത്. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ സ്വർണം പിടിച്ചതിൻ്റെ അതേപോലെ തന്നെയാണ്. നേരത്തെ അത് വരുന്നതിനെ സംബന്ധിച്ച് അവർക്ക് വിവരം ലഭിക്കുന്നു. അത് കൂട്ടായ ഒരു നീക്കം പോലെയാണ് ഇവിടെയും ആരോപണം അങ്ങനെയെങ്കിൽ വരുന്നത്. സ്വർണം പിടിക്കുന്നത് പോലെ തന്നെ ഹവാല പണം പിടിക്കുന്നതിൽ ഒരു കൂട്ടായ നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് പോലീസിലെ ഉന്നതരുടെ പിന്തുണ ഉണ്ടാകണം സ്വാഭാവികമായി. അല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു SIക്ക് മാത്രം അത്രമാത്രം ധൈര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല സ്റ്റേഷനിലായി നടക്കുന്നു എന്നൊന്നും നമുക്ക് ധരിക്കാനാവില്ല. അത് എല്ലായിടത്തും ഒരു രീതിയാണ് എന്ന തരത്തിലേക്ക് വരുമ്പോൾ അതിൽ മേൽ ഉദ്യോഗസ്ഥരുടെ പങ്കിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ടോ? തീർച്ചയായും MLA അത് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമാനമായ അവസ്ഥയാണ് ഈ സ്വർണം അതേ സമാനമായ അവസ്ഥ. രഹസ്യ വിവരം, അതായത് ഇവർ കൊടുത്തയക്കുന്ന ആൾ അല്ലെങ്കിൽ അതിന് ഇടനിലക്കാരായവർ തന്നെ രഹസ്യ വിവരം നൽകിയും ഈ പണം ഇത്തരത്തിൽ പിടിക്കപ്പെടുകയും ഒരുപക്ഷെ ഇതിൽ പലപ്പോഴും ഇതിൽ കണക്കിൽപ്പെടാത്ത, കണക്ക് കാണിക്കാൻ പറ്റാത്ത പണമായതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് കൃത്യമായി അറിയാം ഇതിൽ ആളുകൾ ഇത് സംബന്ധിച്ച് രേഖകളോ മറ്റും ഹാജരാക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ വെട്ടിപ്പെടുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ചെറിയ ഉദ്യോഗസ്ഥർക്ക്, ചെറിയ സിവിൽ പോലീസ് ഓഫീസർമാർക്കൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു അത്തരത്തിലുള്ള തട്ടിപ്പല്ല ഇത്. ഇതിൽ വലിയ തോതിലുള്ള ഉന്നത ബന്ധം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് MLA ചൂണ്ടിക്കാട്ടിയതും. ആ തരത്തിൽ ഒരു ഉന്നത ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേലി തന്നെ വിളവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമുക്ക് നീതി ലഭിക്കേണ്ട പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള തട്ടിപ്പുകളുടെ ഒരു കേന്ദ്രമായി നീതി ലഭിക്കേണ്ട, നീതി നിർവഹണം നടത്തേണ്ട സംവിധാനങ്ങൾ ഇങ്ങനെ പെരുമാറുമ്പോൾ, അതിന് തലപ്പത്തിരിക്കുന്നവർ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ ഈ നാട്ടിലെ നിയമ സംവിധാനം നോക്കുകുത്തിയായി നിൽക്കുന്നു എന്ന് ആളുകൾ കുറ്റം പറഞ്ഞാൽ അവരെ നമുക്ക് പ്രതിരോധിക്കാൻ ആകില്ല. ഇനി മറ്റൊരു